ഹലോ, ആ അലമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്. കുമാരേട്ടൻ ഞാൻ തന്നെയാണേ, സുഗതൻ തന്നെ. ആ അതൊക്കെ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ആ കൂർക്കൻകാറമുക്കിലെ സ്ഥലത്തിന് ഏത് ബാങ്കിലെ ആധാരം കൊണ്ടുവച്ചാലും 5 ലക്ഷത്തിൽ കൂടുതൽ കിട്ടില്ല. ഇത് നമ്മുടെ സഹകരണ ബാങ്ക് ആയതുകൊണ്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണ് പ്രസിഡന്റിനോട് സംസാരിച്ച് ഞാൻ 20 ലക്ഷം ആക്കി തന്നേക്കണത്. ആ വേണ്ടപ്പെട്ട ആളാണെന്ന് കാശ് കിട്ടി കഴിയുമ്പോൾ കാണണം. അത് ശരിയാക്കാം. ശരി ശരി. രണ്ടാമത്തെ എല്ലിൽ ബാങ്ക് കൊണ്ടച്ച് ശരിയായിട്ടാ. ഇത് ഒന്നാമത്തെ എല്ലിൽ കൊണ്ടച്ചു കൊടുത്തായ മറ്റൊരു ബുദ്ധിമുട്ടിക്കാനാ ബാങ്ക്. ബാങ്ക് എന്തിനി? ബാങ്ക് മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാ ബാങ്ക്. അതിനകത്ത് ബാങ്ക് അല്ല ഇതാരാ എന്തേ? രണ്ടാമത്തെ നിലയിൽ എന്തിനാ നിങ്ങൾ ബാങ്ക് കൊണ്ടച്ചിനി? അല്ല ഇത് പറയാനാണോ വന്നേ? അത് പറയാനല്ല വന്നത്. മനുഷ്യന്മാരെ പറ്റിക്കുന്നത് അത്ര ശരിയല്ല. അത് നല്ല കാര്യമല്ല. ബാങ്കുകാർക്ക് നമ്മൾ പ്രതികരിക്കും. അല്ല എനിക്കൊന്നും മനസ്സിലായില്ല. ആരെ പറ്റിച്ചു എന്നായി പറയണേ? അതെ, കൈക്കും കാക്കയെ സ്വാധീന കുറവില്ലോ. തലക്ക് നല്ല ബുദ്ധിയുണ്ട്, നല്ല ശക്തിയുണ്ട്. ഞാനതിന് നിങ്ങൾക്ക് ബുദ്ധിക്ക് സ്ഥിരതയില്ല ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. പിടിക്ക്. എന്നത് പാസ്ബുക്ക്, ഇതും പിടി. ഇത് ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്. 10,000 റുപ്യ ഞാൻ ഡിപ്പോസിറ്റ് ചെയ്ത്. 10,000 റുപ്യ തന്നെയാണ് ഇതിൽ. ഇത് 8 ഒന്നും ആയിട്ട് എഴുതിയിട്ടില്ലല്ലോ. പിന്നെ എന്താ കംപ്ലൈന്റ്? അതിന്റെ പലിശ അറിയാലോ. 8.25% പലിശ ഉണ്ട്. 8.25% പലിശ. 8.25%. വീടിന്ന് റിട്ടയർഡ് ഭാസ്കർ സാർ ഡിപ്പോസിറ്റ് ചെയ്തപ്പോ അയാൾക്ക് എടുത്താ പലിശ കൊടുക്കും നിങ്ങൾ? അയാൾക്ക് 8.75%. 8.75%. എനക്കോ 8.25%. നാണുമാൻ ഉൾപ്പുണ്ട് നിങ്ങക്ക്. അതെ, എന്തെങ്കിലും പേര് പറഞ്ഞേ? ഉണ്ണി. ഉണ്ണി. ഉണ്ണി, ഈ ഭാസ്കർ സാർക്ക് കൊടുക്കണ പലിശയൊക്കെ ഉണ്ണിക്ക് കൊടുക്കാൻ പറ്റുമോ? കേക്കണം, എല്ലാരും കേക്കണം. കയ്യും കാനും സ്വാധീനമില്ലാത്ത എനക്ക് പലിശ കുറവും, പലിശക്കാരൻ അയാൾക്ക് പലിശ കൂടുതലും. പലിശക്കാരനെ പലിശ കൊടുക്കുക. അയാളെ പലിശക്കാരന് വന്ന് നല്ലോണം കൊടുക്കുക. അല്ല അതല്ല, നിയമാണത്. ഈ ഭാസ്കർ സാർ എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺ ആണ്. അതിന് 60 വയസ്സ് കഴിഞ്ഞവർക്ക് പലിശ കൂടും, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പലിശ കുറയും. അത് ശരി. അപ്പൊ നിക്ഷേപ സമാഹരണ വീട്ടിൽ വന്നപ്പോ ഇതൊന്നും പറഞ്ഞിട്ടല്ല എന്നോട്. അല്ല അവിടെ എങ്ങനെയാണ്? എന്തിനാണ് സീനിയർ സിറ്റിസൺ ഇത്രയെന്നും നമ്മളെ പോലെ സാധാരണക്കാർക്ക് ഇത്രയെന്ന് പറയുന്നത്? നിക്ഷേപിച്ചാൽ ഒരു പലിശ കിട്ടും, അതുകൊണ്ട് ജീവിക്കാന്നേ പറഞ്ഞുള്ളൂ. ഈ അംഗപരിമിതമാരായ നമുക്ക് ബാക്കി എല്ലായിടത്തും ആനുകൂല്യമുണ്ട്. എന്താ ബാങ്ക് തരാത്തത്? പലിശക്ക് എന്താ തരാത്തത്? എന്താ തരാത്ത? ഇങ്ങനെ മനസ്സിലാക്ക്. നിങ്ങൾ തന്നുകൂടിയത്. അല്ല അത് എന്താ അറിയോ, അതപ്പോ അങ്ങനെ ഈ ഒരു നിയമമില്ല. അതാണ് കാരണം നമ്മുടെ കാശുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യണേ. അപ്പൊ അതിന് അങ്ങനെ പ്രത്യേകിച്ച് പരിഗണന ഒന്നും തരില്ല. എന്നാ പിന്നെ ഞാൻ എന്റെ പൈസ അങ്ങോട്ട് പിൻവലിച്ചേക്കാം. എന്റെ 10,000 രൂപ പിൻവലിച്ചേക്കാം. ഞാൻ ആർക്കും പലിശ കൊടുക്കാം. അതിന്റെ 10% കിട്ടും എനിക്ക്. പക്ഷെ പിൻവലിച്ച പലിശ കുറയും. അതാ കേട്ടാ, വീടിന് ഒന്നും തരൂല. അതെ, നിങ്ങൾ ആലോചിച്ചിട്ട് എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് പണികളുണ്ട്. ഇതാ വേറെ ഒരുപാട് പണിയുണ്ട്. നോക്ക്. ചേട്ടാ കസേര ഒന്ന് നേരിട്ട് ചോദിക്കാം. ആ പാസ്ബുക്കിൽ ഫോൺ നമ്പർ ഉണ്ട്. സംശയമില്ലാണ്ട് കയ്യിലൊന്ന് വിളിച്ചു വെച്ചാൽ പോരെ? ഈ വയ്യാത്തോടത്ത് ഇങ്ങനെ വരേണ്ട വല്ല ആവശ്യമുണ്ടോ? കണ്ണെന്താ ഇവിടെ അല്ലേ? അത് കാലുകൊണ്ട് വയ്യാത്ത ഒരാളാണ്. അത് കാണാണ്ട് പറ്റിയതാ, കുഴപ്പമില്ല. സാർ ഇരിക്കും. എന്താ സാറേ, എന്റെ പേര് പാരിജാതൻ എന്നാണ്. ഞാൻ കുറച്ചു കാലമായിട്ട് ദുബായിലാണ്. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് 1 മാസത്തോളമായി. ശരി. അപ്പൊ ഞാൻ പുറത്ത് പോണതിന് മുമ്പായിട്ടേ എന്റെ അമ്മയുടെ പേരിലൊരു 5 ലക്ഷം രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടേച്ച് ഇവിടെ. അപ്പൊ ഞാനിപ്പോ വന്നിട്ട് 2-3 മാസമായി.
അപ്പൊ ഇനി ഏതായാലും തിരിച്ചു പോകാൻ ഉദ്ദേശിക്കണില്ല. അത് ശരി. അപ്പൊ ഇവിടെ തന്നെ ചെറിയ എന്തെങ്കിലും സംവിധാനം തുടങ്ങാന്ന് കരുതിയിട്ടാണ്. അപ്പൊ ആ FD ഒന്ന് വിഡ്രോ ചെയ്തിട്ട്. അല്ല FD എന്തിനാ എടുക്കണേ? അവിടെ കിടക്കട്ടെ. ഇനിയിപ്പോ ലോണ് വേണമെന്നുണ്ടെങ്കിൽ വസ്തു എന്തെങ്കിലും പണയം വെച്ച് കഴിഞ്ഞാൽ ലോണ് കിട്ടുമല്ലോ. അയ്യോ, അത്രയും വലിയ സംവിധാനം ഒന്നും അല്ല സാറേ. അല്ല ഇതില് കാലാവധി ഇനിയും 2 വർഷം ഉണ്ടല്ലോ. അതെ, കാലാവധിക്ക് നിക്കണില്ല, നമുക്കുള്ള പൈസ വിഡ്രോ ചെയ്യാന്ന് കരുതി. അല്ല അങ്ങനെ വരുമ്പോ ഇതിന്റെ ഇൻട്രസ്റ്റ് കുറയും. അത് സാരല്ല, നമുക്കിപ്പോ ഉള്ള പൈസ വെച്ച് തുടങ്ങാല്ല. ഇപ്പൊ വീട്ടിലാരും ഇല്ലേ, അമ്മക്കും സുഖമില്ല. അപ്പൊ ഇനി ഒറ്റക്കിട്ടുണ്ട് പോകാനും കഴിയില്ല. അപ്പൊ അമ്മ വന്നിട്ടില്ലേ? ഇല്ല, അമ്മ വന്നില്ല. അമ്മ ഈ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ റെസ്റ്റ് ആണ്. അപ്പൊ അമ്മ അതിന്റെ അടിയിൽ ഒപ്പിട്ട് തന്നിട്ടുണ്ട്, ഓതറൈസേഷൻ തന്നിട്ടുണ്ട്. അല്ല ഇതില് ലോൺ ഉണ്ടല്ലോ. ലോൺ എടുത്തിട്ടുണ്ടല്ലോ. ഇല്ല സാർ, എന്തേ പറയണം, നമുക്ക് ലോണിന്റെ ആവശ്യമില്ല. ഞാൻ മാസം മാസം പൈസ അയച്ചു കൊടുക്കും, അത്ര വലിയ ചെലവുമില്ല. അതിന് 3 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അയ്യോ, ലോൺ എടുത്തല്ലാന്ന്, നമുക്ക് ലോൺ എടുക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ അമ്മ ലോൺ എടുത്തിട്ട് മറ്റു മക്കൾക്ക് കൊടുത്തു കാണും. മറ്റു മക്കളില്ല കൊടുക്കാൻ, ഞാൻ ഒരു മോനേ ഉള്ളൂ. ഇത് അമ്മക്ക് വീട്ടിൽ നിന്ന് നമ്മുടെ അവകാശം കിട്ടിയ ഒരു പൈസയാണ് 6-7 വർഷം മുമ്പ്. അത് എനിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ വേണ്ടി അമ്മ ഈ ബാങ്കിൽ കൊണ്ടുവന്ന് FD ഇട്ടാണ്. അമ്മ അമ്മ തൊടൂല. ഇല്ല നാട്ടിലില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ സത്യങ്ങൾ അറിയാം? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അമ്മയോട് വരാൻ പറയും കേട്ടാ. അല്ല എന്തോരോ ഇത് ഇങ്ങനെ വരച്ചാൽ ഈ പൊന്ന് തീരെ എനിക്ക് 5ന്റെ പൈസ കിട്ടുമല്ലോ. പിന്നെ എന്തിനാ ഇവരൊക്കെ ഇങ്ങനെ ലോൺ കിട്ടണോ? പൊന്നത് ഇത് മാറ്ററിഞ്ഞാലേ ഇതൊക്കെ നോക്കാൻ പറ്റുള്ളൂ. മാറ്റി നോക്കണം. മതി മതി മതി, റെഡിയായി. നിങ്ങളെ മോതിര ഇത് ഒരു 2 ഗ്രാമേ ഉള്ളൂ. അപ്പൊ 5 രൂപ ഉണ്ട്. 3 റുപ്യൻ്റെ വരച്ചിട്ടും പോയില്ലേ? ചെക്ക് ചെയ്യണത്. എന്താ ചന്ദ്രികേ? എടി കാശിന്റെ കാര്യം എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ട്. നീ പറയണ കേട്ടാ അതൊന്നും മോള് നിന്റെ മാത്രമാണെന്ന്. എടി കൊച്ചിനെ MDക്ക് വിടണമെന്ന് എനിക്ക് ബോധമുണ്ട്. നീ ഇങ്ങനെ 3 നേരം ഗുളിക തരണ പോലെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും വിളിച്ച് പറയണ്ട കാശ് ഒപ്പിക്കണമെന്ന്. ഞാൻ ഇവിടുത്തെ ഇച്ചിരി ജോലി തീർക്കട്ടെ, നീ വെക്ക്, ഞാൻ വിളിച്ചോളാം അങ്ങോട്ട്. ഒരു രീതിയിൽ സ്വസ്ഥത തരൂല സർ. വാ. അതെ, സദാശിവൻ എന്ന് പറയുന്ന ഒരു കക്ഷി 2 വള കൊണ്ടുവരും. അങ്ങനെ കുറച്ച് പൈസ ആവശ്യമുണ്ട്. അപ്പൊ പൈസ കൊടുക്കണം കേട്ടാ. പിന്നെ ഉരച്ച് നോക്കണ്ട. പെട്ടെന്ന് എടുക്കായിരിക്കല്ലോ അല്ലേ? പിന്നെ 1 മാസം കൊടുത്തു പോകും. ഓക്കെ, ശരി. ഹലോ. സെക്രട്ടറി ഒന്ന് ഇതുവരെ വരൂ. ശരി. എന്താ സാറേ? സെക്രട്ടറി, ഞാനൊരു വലിയ ടെൻഷനിലാണേ. ഈ മൂത്തവള് ഒരു കണക്കിന് ഇപ്പൊ MBBS കഴിഞ്ഞല്ലോ. സാറ് പാർട്ടി നടത്തിയല്ലോ. അതെ. അവൾക്ക് ഇപ്പൊ MDക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഒരേ നിർബന്ധം. MDക്ക് വിടണം സാറേ, അല്ലാതെ ഈ MBBS കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അല്ല, എനിക്കും അതറിയാം. അപ്പൊ അതിന് കുറച്ച് പൈസയുടെ ചെലവുണ്ടല്ലോ. പൈസ കുറെ പൈസ ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു ചെറിയ കുറവുണ്ട്, ഒരു 50ന്റെ. 50,000. MDക്കാണ് പഠിക്കുന്നത് 50 ലക്ഷം രൂപ. 50 ലക്ഷം. അതെ. അപ്പൊ അത് എങ്ങനെ സംഘടിപ്പിക്കാന്ന് ആലോചിച്ചിട്ട് ഒരു വഴിയും കിട്ടണില്ല. അതിനിപ്പോ ഞാൻ വിചാരിച്ച മാർഗമൊന്നുമില്ല സാറേ. വേറെ എന്താ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് ഞാൻ ആലോചിക്കാണ്. പിന്നെ ഉള്ളത് നമ്മുടെ പതിവ് രീതി തന്നെ. എന്ത്? അല്ല, ഇപ്പൊ വലിയ രീതിയിലുള്ള ലോണുകളൊക്കെ എടുത്തിട്ടുള്ള ആളുകളുടെ ഡോക്യുമെന്റ് വെച്ചിട്ട് അവരറിയാതെ ഒരു ലോൺ കൂടി അങ്ങ് എടുക്കണം. അല്ല, ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. പക്ഷെ നമ്മളതിന് ഈ കമ്മിറ്റിയൊക്കെ കൂടണ്ടേ? അല്ല സാറേ, കമ്മിറ്റി കൂടിയ മാത്രം പോരാ, ഈ മെമ്പർമാർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. കൊടുക്കണല്ലേ? പിന്നെ വേണ്ടി വരില്ലേ? കൊടുക്കാം. അല്ല, നമ്മുടെ ഇവിടുന്ന് വലിയ തുകയ്ക്ക് ലോൺ എടുത്തിട്ടുള്ള ആരൊക്കെ ഉള്ളത് ഇപ്പൊ? വലിയ തുകയ്ക്ക് എടുത്തത് ഒരു സെബാസ്റ്റ്യൻ മുതലാളി ഉണ്ട്. സെബാസ്റ്റ്യൻ, മറ്റേ കോറി സെബാസ്റ്റ്യൻ. അയാളേക്കാ നല്ലത് മറ്റേ മൊയ്ത് മുതലാളിയാണ്. ചെമ്മീനെ. ചെമ്മീൻ മൊയ്തു.
സാറിന് അറിയാലോ. ആ ചെമ്മീൻ പോയത് അറിയാം. ഇവിടുന്ന് 2 ലോണുണ്ട്. ഇനി എന്തോ 4 or 5 അടവും കണ്ടേ ബാക്കിയുള്ളൂ. 5 അടവുണ്ടല്ലേ? ആ ആ എന്നാ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ആലോചിക്കാം.